മന്ത്രി റിയാസ് അല്പസമയത്തിനകം തന്നെ ഗോവയിൽ ഇറങ്ങി അവിടെ നിന്ന് വരും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം നടക്കും. തിരച്ചിലിൻ്റെ ഒരു പുരോഗതി, ദൗത്യത്തിൻ്റെ ഒരു പുരോഗതി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള യോഗമാണ് നടക്കുക. ഏതായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് രാത്രിയോട് കൂടി മാത്രമേ ഇവിടേക്ക് എത്താൻ സാധ്യതയുള്ളൂ. 5 മണിക്കാണ് അദ്ദേഹം മംഗലാപുരത്ത് എത്തുക. അവിടുന്ന് റോഡ് മാർഗം ഇവിടെ എത്തണമെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വേണ്ടിവരും. പിന്നീട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ മഴ ശക്തമായി ഒന്ന് മാറി നിന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ആര്യ നോക്കൂ, വീണ്ടും ഇരുട്ടടച്ച് പെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മഴ. വീണ്ടും ഇതാ മഴ ചാറി തുടങ്ങിയിരിക്കുന്നു. ഇത് ഒരു വലിയ പെയ്ത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയെപ്പറ്റി നോക്കൂ. ആ കുന്ന് ഏതാണ്ട് ഇടിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. ആ കുന്നിടിഞ്ഞ് അതിന് മുകളിൽ 1, 2, 3 വീടുകൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനാവുന്നുണ്ട്. തൊട്ടുപുറത്ത് ഇടതുഭാഗത്ത് മറ്റ് 2 വീടുകൾ കൂടിയുണ്ട്. ഇവിടങ്ങളിൽ ഒക്കെ താമസിക്കുന്നവർക്ക് വലിയ റിസ്ക്, വലിയ ആശങ്കയില്ലാതെ അവർക്ക് ഇവിടെ നിൽക്കാനാവാത്ത ഒരു സ്ഥിതി തന്നെയാണ്. ഒരു രാത്രി പോലും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിലേതായാലും വീണ്ടും മഴ പെയ്യാനുള്ള ഒരു പുറപ്പാടാണ് എന്നുള്ള പുറപ്പാട് തന്നെയാണ്. ആര്യ ഒട്ടും ശമനമില്ല കേട്ടോ, മഴയ്ക്ക് ഒട്ടും ശമനമില്ല. വീണ്ടും മഴ തുടരുകയാണ് ചെയ്യുന്നത്. കാറ്റും വീശുന്നുണ്ട്. വലിയ തോതിൽ മഴ ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ദൂരെ ഷിരൂർ കുന്നുകളിൽ ഇടിഞ്ഞ ഈ കുന്നിന് തൊട്ടപ്പുറത്തുള്ളാണ് ഈ ഇടിഞ്ഞ കുന്ന്. ആ കുന്നുകളിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ പ്രദേശത്തേക്ക്, നമ്മൾ ഇപ്പോൾ മാറിയ ഭാഗത്തേക്ക് മഴ എത്തും എന്നുള്ള ഒരവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പെയ്യും എന്നുള്ള ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ഈ കാലാവസ്ഥയുടെ ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടാക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഈ മഴയും കുത്തൊഴുക്കും കാരണം ഇപ്പോൾ രക്ഷാദൗത്യം അല്പനേരം തടസ്സപ്പെട്ട സ്ഥിതിയിൽ തന്നെയാണ് നിലവിലുള്ളത്. അതായത് പുഴയിലെ കുത്തൊഴുക്ക് അതുപോലെ തന്നെ തുടരുന്നു. ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ശാഠ്യത്തോടു കൂടി തന്നെ ഗംഗാവലി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതലത്തിൽ. അതുപോലെ കാറ്റ് ആഞ്ഞുവീശുന്നു. ബോട്ടുകൾക്ക് NDRFിൻ്റെയും നാവികസേനയുടെയും ബോട്ടുകൾക്ക് അവിടെ നിൽക്കാനാവാത്ത ഒരു സ്ഥിതിയുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ പെയ്ത മഴയിലും കാറ്റിനെയും തുടർന്ന് ഇപ്പോൾ ഈ രക്ഷാദൗത്യം അല്പനേരം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 1 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുന്നത്. ഇതിനകത്ത് അതീവ ദുഷ്കരമാണ് കാര്യങ്ങൾ. നിലവിൽ അവിടെ റോഡ് അത്യാവശ്യം ക്ലിയർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. റോഡിലൂടെ ഭാഗികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് രാത്രികളിൽ രക്ഷാദൗത്യമില്ലാത്ത സമയത്ത് കടുത്ത നിയന്ത്രണത്തോടെ ചരക്ക് ലോറികളുടെ ഗതാഗതം ഇതിലൂടെ കടത്തിവിടുന്നുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം മാത്രമാണ് ഈ ചരക്ക് ലോറികളുടെ ഗതാഗതം ഇതിലെ അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. ഈ കുന്നുകൾക്കൊക്കെ പലയിടത്തും കുന്നിടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇളകിയ മണ്ണാണ്. വലിയ പെയ്ത്തുവെള്ളം വന്നാൽ അത് പൊട്ടിയൊഴുകാൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ, ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉള്ളൂ. ഏതായാലും ആ കുന്നിടിഞ്ഞ പ്രദേശം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള, രക്ഷാദൗത്യത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് രക്ഷാപ്രവർത്തകർ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവിടെ 24 മണിക്കൂർ എന്ന പോലെ തന്നെ രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. അല്പനേരം മാത്രം രക്ഷാപ്രവർത്തകർക്ക് ചെറിയ ഒരു വിശ്രമം എന്നുള്ള രീതിയിൽ തന്നെ അല്പനേരം മാത്രമേ ഈ ദൗത്യം നിർത്തിവെക്കുന്നുള്ളൂ. ഏതായാലും അതിനിടയിലാണ് ഇങ്ങനെ കാറ്റും മഴയും വാശിയോടെ പെയ്യുന്നതും വീശുന്നതും. അതുതന്നെയാണ് ഈ ദൗത്യത്തെ അതീവ ദുഷ്കരമാക്കുന്നത്. നാവികസേനയുടെയും NDRFിൻ്റെയും സൈനികർക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇതേവരെ ഈ പുഴയിലേക്ക്, അടിത്തട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ്
ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസം നടന്നത്. ആ ഡ്രോൺ പരിശോധനയിലാണ് ഈ ട്രക്ക് കരയിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാറിയുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ആ ഭാഗത്തേക്ക് ഉള്ള ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇരുവശത്തും ചാല് കീറി അവിടെ പരിശോധന നടത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ അടിയൊഴുക്കിനെ നിയന്ത്രിക്കാൻ ആവുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും പരിശോധനകൾ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. അതും കാലാവസ്ഥ അനുവദിച്ചാൽ മാത്രം. പുഴയിൽ ഇപ്പോൾ വീണ്ടും റഡാർ പരിശോധന ഇന്ന് സേന നടത്തിയിരുന്നു. ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനകൾ ഇന്നും ആവർത്തിച്ചിരുന്നു. നമ്മൾ കണ്ടെത്തിയ ഒബ്ജക്റ്റ് അവിടെയുണ്ട് ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ. അതിനു മുകളിൽ അതെങ്ങനെ കിടക്കുന്നു, അതിനു മുകളിൽ വീണ്ടും ചെളി അല്ലെങ്കിൽ ചേറ് പുതഞ്ഞിട്ടുണ്ടോ, കൂടുതൽ ചേറ് പുതഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവിടെ വീണ്ടും നടക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ കാറ്റും മഴയും തുടരുന്നതും ഒഴുക്ക് ഒട്ടും കുറയാത്തതും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ രക്ഷാദൗത്യത്തെ ഈ 11ാം നാളിൽ ഉണ്ടാക്കുന്നത്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇവിടേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു ഉന്നതതല യോഗം ചേരുകയും ഈ രക്ഷാദൗത്യം ഇനി ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ല, ഇതിനൊരു റിസൾട്ട് വേണം, അത് എങ്ങനെ ലഭിക്കും എന്നുള്ളൊരു കാര്യം ആലോചിക്കുന്നു. ഏതായാലും ആ യോഗം ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴ വീണ്ടും ദൃശ്യങ്ങളിൽ കാണാം, മഴ വീണ്ടും തുടരുന്നു, കാറ്റ് വീണ്ടും വീശുന്നു. രക്ഷാദൗത്യം അതീവ ദുഷ്കരമാകുന്നു. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ നേരിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പുതിയ വിവരങ്ങളും ഏറ്റവും പുതിയ കാഴ്ചകളും ദൃശ്യങ്ങളും ആ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളും എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ, എത്രത്തോളം ദുഷ്കരമായ ഒരു ദൗത്യമാണ് അങ്കോലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആ നേർക്കാഴ്ച നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി പുലർച്ചെയാണ് ഇവിടെ ഈ മണ്ണിടിച്ചിലുണ്ടായത് ശിരൂരിൽ. അന്ന് കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് 11ാം ദിവസത്തിലാണ്. കാത്തിരിപ്പിന്റെ 11 ദിവസങ്ങളായി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇന്ന് ശിരൂരിലേക്ക് എത്തുന്നുണ്ട്. റിയാസ് അല്പസമയത്തിനകം ഗോവയിലേക്ക് എത്തും. അവിടെ നിന്ന് റോഡ് മാർഗം ശിരൂരിലേക്ക് എത്തും. 3 മണിക്ക് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഗംഗാവല്ലി പുഴയിൽ അടിയൊഴുക്ക് നമുക്ക് ശ്രീധരൻ കാണിച്ചെന്ന ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. എത്രത്തോളം അടിയൊഴുക്കുണ്ട്, അടിയൊഴുക്ക് ശക്തമാണ്. തെരച്ചിൽ നീണ്ടേക്കുമെന്ന ഒരു വലിയ ആശങ്കയും അത് സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ഒഴുക്ക് 6 അല്ലെങ്കിൽ 7 നോട്ട്സ് ആണ്. 3 നോട്ട്സിന് താഴെ എത്തിയാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവല്ലി പുഴയിലേക്ക് ഇറങ്ങാനാവുകയുള്ളൂ. ഉത്തര കന്നഡ ജില്ലയിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. ശിരൂരിൽ ശക്തമായ കാറ്റും മഴയും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ പേമാരി പെയ്ത്തായിരുന്നു, ഇപ്പോൾ ചാറ്റൽ മഴയുണ്ട്. ആ മഴ പെയ്യുമ്പോഴൊക്കെ ശക്തമായ കാറ്റും കൂടിയുണ്ട്. ഇത് രക്ഷാദൗത്യത്തിന് വലിയ പ്രതിസന്ധി, വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമാകുന്ന ഓരോ സമയത്തും നേവിയും NDRFും പുഴയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പുഴയുടെ സാഹചര്യം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല ഗംഗാവല്ലി പുഴയിലേക്ക് ഇറങ്ങുക എന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് തന്നെ ഈ പുഴയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 250ഓളം മീറ്ററാണ്. അത്രയും ദൂരം നോക്കൂ ഈ കാണുന്നതൊക്കെ അല്പസമയം മുൻപുള്ള ദൃശ്യങ്ങളാണ്. ബാരിക്കേഡ് തിരിച്ച് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല ആ ഭാഗത്തേക്ക്. കാരണം അവിടെ 2 ബൂം എക്സ്കവേറ്ററുകളൊക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോഴും രക്ഷാദൗത്യം അവർ നിർത്തിവെക്കുന്നില്ല, കാറ്റ് വീശുമ്പോഴും രക്ഷാദൗത്യം നിർത്തിവെക്കുന്നില്ല. അത്രമേൽ കഠിനമായ ജോലിയാണ് കരനാവിക സേനകൾ അതോടൊപ്പം തന്നെ NDRFും ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഡ്രോൺ പരിശോധന നടക്കുന്നുണ്ട്, മറുഭാഗത്ത് നേവിയുടെ സോണാർ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിന്റെ മന്ത്രി സംഘം അവിടേക്ക് ശിരൂരിലേക്ക് എത്തുകയാണ്. കുറച്ചുകൂടി പെട്ടെന്ന് വിവരങ്ങൾ നമ്മളിലേക്ക് എത്താൻ അതോടെ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.